സൈലന്റ് ബാങ്കിങ്. അപ്പോൾ മെയിൻസ് എക്സാമിങ് അടുക്കാറായ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിൻസ് എക്സാമിനോടനുബന്ധിച്ച് കമ്പ്യൂട്ടർ എന്നൊരു ഏരിയ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് കമ്പ്യൂട്ടറിലെ ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോയ്ക്ക് ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു കുറേ വീഡിയോസ് ചെയ്യുന്നതിലല്ലല്ലോ കാര്യം. ചെയ്യുന്ന വീഡിയോ നല്ല പക്കയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണം എന്നാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടേം, അപ്പൊ ചിലപ്പോൾ ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും മിസ് ഇത് സിമ്പിൾ അല്ലേ, ഞങ്ങൾക്ക് ഇത് അറിയാം. ഞാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും. പക്ഷെ ഈ വാക്കുകൾ മാത്രമല്ല, ഈ വാക്കുകൾക്ക് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലെ വാക്കുകളൂടെ ശ്രദ്ധിക്കണം. കാരണം ആ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഏതാണെന്നായിരിക്കും നമുക്ക് ഓപ്ഷനിൽ വന്നിട്ടുണ്ടാവാം. വളരെ കുറച്ച് മാർക്കിനാണ് കമ്പ്യൂട്ടർ ചോദിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. നമ്മൾ വെറുതെ എന്തിനാണ് തെറ്റായിട്ട് ഉത്തരം കൊടുത്തിട്ട് നെഗറ്റീവ് മാർക്ക് കുന്നുകൂട്ടി എടുക്കുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. നേരെ വീഡിയോയിലേക്ക് പോയാലോ. കമ്പ്യൂട്ടർ വൈറസ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും കമ്പ്യൂട്ടർ വൈറസ് എവരിബഡി നോസ് അബൌട്ട് ഇറ്റ്, എന്താ ഇത്ര പ്രത്യേകത, എന്താ കമ്പ്യൂട്ടർ വൈറസ്? എ കമ്പ്യൂട്ടർ വൈറസ് ഇസ് എ മലീഷ്യസ് പീസ് ഓഫ് കോഡ് ഓർ സോഫ്റ്റ്വെയർ. അതൊരു കോഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഈ തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. വിച്ച് അഫക്ട്സ് ദ നോർമൽ ഫംഗ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പൊ നോർമലി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിനെ ആ ഫംഗ്ഷനിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഒരു കോഡോ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. വൈറസസ് മേ ഡിസ്ട്രാക്ട് ദ സിസ്റ്റം by hijacking system memory, superstitiously collect data or shut down the system altogether. Superstitiously data collect ചെയ്തിട്ട് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ട് മൊത്തം സിസ്റ്റത്തിന്റെ മെമ്മറിനെ ഹൈജാക്ക് ചെയ്യാണ് ഈ വൈറസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വൈറസ് ഞങ്ങൾക്ക് അറിയാം എന്നൊരു തോട്ടിലാണ് നിങ്ങൾ കേട്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. നമുക്ക് ചിലപ്പം ഇങ്ങനെ ആയിരിക്കില്ല ചോദ്യം വരുന്നത്. നമുക്ക് ഹൈജാക്കിംഗ് സിസ്റ്റം മെമ്മറി, സൂപ്പർസ്റ്റിഷ്യസ്ലി കളക്ട് ഡേറ്റ ഓർ ഷട്ട് ഡൗൺ സിസ്റ്റം ഓൾ ടുഗെദർ. എന്നിട്ട് താഴെ കുറേ പേരുകൾ വന്നിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ വൈറസ്, മാൽവെയർ, ഫിഷിംഗ്, സ്പൂഫിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകളുണ്ടാവും. ഏതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഏത് വാക്കിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് ടേമിനെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടേക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രോപ്പറായിട്ട് പറഞ്ഞത്. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് നോക്കണം. ഒരു മലീഷ്യസ് പീസ് ഓഫ് കോഡ് ഓർ സോഫ്റ്റ്വെയർ ആണ്. അത് ഫംഗ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ, നോർമൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിനെ എഫക്ട് ചെയ്യുന്നു. മാത്രമല്ല അത് സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ട് ചെയ്ത് അതിനെ ഹൈജാക്ക് ചെയ്ത് സൂപ്പർസ്റ്റിഷ്യസ്ലി മെമ്മറിയിൽ പോയിട്ട് അതിന്റെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് എന്നിട്ട് സിസ്റ്റത്തിനെ ഷട്ട് ഡൗൺ ചെയ്യിക്കുന്നു. ഓക്കെ, അടുത്ത വേർഡ് കമ്പ്യൂട്ടർ വേം. വേം എന്ന് വെച്ചാൽ എന്താ അറിയാം, പുഴു അല്ലെ. കമ്പ്യൂട്ടർ വേം എന്നാണ് വേർഡ്. കമ്പ്യൂട്ടർ വേം ഇസ് എ സ്റ്റാൻഡ് അലോൺ മാൽവെയർ ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. പുഴുക്കൾ എന്താ ചെയ്യുന്നത് അറിയില്ല, അത് ഇങ്ങനെ 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 എഴഞ്ഞ് എല്ലായിടത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അത് ഒരു പുഴു തുടങ്ങിയാൽ മതി, പിന്നെ പുഴുക്കളുടെ ഒരു ഐ കാൺ സേ മോർ അബൌട്ട് ഇറ്റ്. അത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു ഫുഡ് ഐറ്റംസ് എപ്പോഴെങ്കിലും ചീഞ്ഞു പോയൊരു ഫുഡ് ഐറ്റം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ആദ്യം അതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അതിൽ നിരവധി ഉണ്ടാവും. അതുപോലെയാണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബോം. അതിങ്ങനെ നെറ്റ്വർക്ക് മുഴുവൻ, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മുഴുവൻ ഇങ്ങനെ സ്പ്രെഡ് ആവും. ഇറ്റ് ഇസ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. അതിങ്ങനെ സെൽഫ് റെപ്ലിക്കേറ്റ്, നമ്മൾ ഈ സിനിമയിലെ കാണില്ലേ ഏലിയൻ റോബോട്ടുകൾ അല്ലെങ്കിൽ ഏലിയൻസ് ഒക്കെ ഇങ്ങനെ സ്പ്ലിറ്റായി പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ എന്താ ഈ നക്ഷത്ര മീൻ, സ്റ്റാർ ഫിഷ്, അതിന് നമ്മൾ കട്ട് ചെയ്ത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടാവും എന്നൊക്കെ നമ്മൾ കാണുന്ന പോലെ ഇവരിങ്ങനെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇവർ ഫുൾ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. ദാറ്റ് ഇൻഫെക്ട്സ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് വൈൽ റിമൈനിങ് ആക്റ്റീവ് ഇൻ ദി ഒറിജിനൽ സിസ്റ്റം. അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് തന്നെ സിസ്റ്റത്തിൽ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. മോസ്റ്റ് കോമൺ വൈറസ്, ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ വൈറസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ചോദിക്കുക, ഇറ്റ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ വൈറസസ് എന്നിട്ട് കുറെ പേരുകൾ തരും. ഏതാണത്? അത് കമ്പ്യൂട്ടർ വേമാണ്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്, സിസ്റ്റം മുഴുവൻ പടരും, അതേസമയം ഭയങ്കര ആക്റ്റീവായിട്ട് ഒന്നും ഉണ്ടാവുകയും ചെയ്യും. ആൻഡ് അതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ വൈറസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന വൈറസ്. അപ്പൊ കമ്പ്യൂട്ടർ വൈറസ് എന്താന്ന് നോക്കി, കമ്പ്യൂട്ടർ വേം എന്താന്ന് നോക്കി. ഇനി അടുത്ത ആളെ നോക്കാം, ട്രോജൻ ഹോഴ്സ്. ഈ പേരും നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള പേരാണ്. ഈ ട്രോജൻ ഹോഴ്സ് ഇസ് എ malicious program which infects a system by masquerading an innocuous program. Innocuous എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര പാവത്താനെ പോലെ ഒരു കുഴപ്പവും ഇല്ലാത്ത ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ഏതോ ഒരു ആപ്പ് നിലനിൽക്കുന്നത് പോലെയാണ് അത് കാണപ്പെടുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാ ഒരു പ്രോഗ്രാം, ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത, ഡിസ്ട്രക്റ്റീവ് അല്ലാത്ത സാധാ ഒരു പ്രോഗ്രാം പോലെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുഴുവൻ നശിപ്പിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ ഒളിഞ്ഞിരുന്ന് എന്താ പറയാ, എന്തോ ഒരു തോലിട്ട ചെന്നായ എന്ന് പറയില്ല, ചെമ്മരിയാടിന്റെ തോലിട്ട ചെന്നായനെ പോലെ ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ട്രോജൻ ഹോഴ്സ് അല്ലെ. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ദ വൈറസ് ടു എ സിസ്റ്റം. അതെന്താ ചെയ്യുന്നത്, ആ സിസ്റ്റത്തിലേക്ക് വൈറസിനെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദേ ഡു നോട്ട് റെപ്ലിക്കേറ്റ് ദെംസെൽസ് ബട്ട് ആർ വെരി ഡിസ്ട്രക്റ്റീവ്. അപ്പൊ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് അല്ലെങ്കിൽ ഒരു വൈറസ് സിസ്റ്റത്തിലേക്ക് കടത്തി വിടുന്നത് ട്രോജൻ ഹോഴ്സ് ആണ്. അത് സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവും. നമുക്ക് പലപ്പോഴും അത്
ശരിക്കും ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആപ്പാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ന് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അത് എന്ത് ചെയ്തേക്കുന്നത്, അത് പാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തയാളെ നോക്കിയല്ലോ, ഫിഷിംഗ്. എന്താണ് ഫിഷിംഗ് നോക്കാം. ദ പ്രാക്ടീസ് ഓഫ് സെൻഡിങ് ഫേക്ക് ഇമെയിൽസ് ഓർ ട്രൈങ് ടു ഗെറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ലൈക്ക് നെയിം, പാസ്വേഡ് ഓർ മണി അറ്റ് ടൈംസ് ഇസ് നോൺ ആസ് ഫിഷിംഗ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ പോസ്റ്റുകൾ വരും ഇങ്ങനെ, എന്താണ് എൻ്റെ അക്കൗണ്ട് ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണ്, റിപ്പോർട്ട് ചെയ്യൂ, ഇതിൽ നിന്ന് ആരും കാശ് ചോദിച്ചാൽ കൊടുക്കരുത്, അതിൽ ടെലഗ്രാമിൽ ലിങ്ക് അയച്ചിട്ട് നിങ്ങളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഇതിലുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തോളൂ, ഞാൻ പഴയ ക്യാമറമാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതും പടപടാന്ന് എന്താ സംഭവിക്കുന്നത് അറിയില്ല, നമ്മുടെ ഫോൺ അങ്ങ് ഹീറ്റ് ആവും, നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് മുഴുവൻ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലും ഫേക്ക് ഇമെയിലുകളിലൂടെ, ഞാൻ ഈ പറഞ്ഞതല്ല, ഇവിടെ നമ്മൾ ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ഇമെയിലിലൂടെ നമ്മുടെ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ നെയിം, പാസ്വേഡ്, മണി ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. പണ്ടൊക്കെ ഫോൺ വിളിച്ചിട്ട് OTP ചോദിച്ചുള്ള പരിപാടിയാണ്. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പോൾ ലിങ്ക് അയച്ചിട്ട് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ജനറേഷനിലാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ട് അവിടെ ഒരാൾ നമ്മുടെ ഫോട്ടോ എടുത്തു, അത് നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും വഴി ലിങ്ക് ഡ്രൈവില് ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഒക്കെ അയച്ചു തരാമെന്ന് പറയും. അത് നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടായിരുന്ന കാര്യമാണ്. പെട്ടെന്ന് ടെലഗ്രാമിൽ ലിങ്ക് വരുമ്പോൾ ആ ചേട്ടൻ അയച്ചതാണോ എന്ന് ചെന്ന് ക്ലിക്ക് ചെയ്യും, കഴിഞ്ഞു, അവിടെ തീർന്നു. അങ്ങനെ ചെയ്യരുത്. കണ്ടക്ടഡ് ബൈ പോസിംഗ് ആസ് എ ലെജിറ്റിമേറ്റ് യൂസർ ഓഫ് ദ സിസ്റ്റം കളക്ടിംഗ് ഡേറ്റ ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. വളരെ ഈ എന്താ പറയാ, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നവർ ഭയങ്കര നല്ലവന്മാരെ പോലെ ഇരിക്കുന്നല്ലേ പറയുന്നത്. അതിൽ ഫിഷിംഗ് ചെയ്യുന്നവരും ഭയങ്കര നല്ല രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കാര്യം പറയുന്നതും ഒക്കെ. ബട്ട് ലേറ്റർ ഓൺ ദേ വിൽ കളക്ട് യുവർ ഡേറ്റ ആൻഡ് റെസ്റ്റ് ഇസ് ഇസ് ഹിസ്റ്ററി. ഞാൻ അധികം പറയുന്നില്ല. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് സ്പൂഫിംഗ് അറ്റാക്ക്. എന്താണ് സ്പൂഫിംഗ് അറ്റാക്ക് നോക്കാം. When a person or a program impersonates the identity of another by falsifying important data, thereby gaining an unfair and illegitimate advantage is called spoofing. നമ്മൾ അറിയാം, സ്പൂഫ് കാണാറില്ലേ പലപ്പോഴും, നമ്മൾ നാടകമൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ കാണുന്നത് സ്പൂഫ്. അതായത് ഒരു സിനിമയുടെ ഫുൾ സ്റ്റോറിയെ കളിയാക്കിക്കൊണ്ട് ഇറക്കുന്ന വേറൊരാണ് ഈ സ്പൂഫ്. എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമോന്ന്, ബട്ട് ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ടായിരിക്കട്ടെ, ഞാൻ ഇംഗ്ലീഷിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ട്വൈലൈറ്റ് എന്നൊരു സീരീസ്. ആ സീരീസിന്റെ തന്നെ സ്പൂഫ് അവർ ഇറക്കിയിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അതുപോലെ മലയാളം സിനിമകളിൽ ഒരുപാട് സ്പൂഫുകൾ ഇറങ്ങിയിട്ടുണ്ട്, തെലുങ്ക് സിനിമകളെ കളിയാക്കിയിട്ടുള്ള സ്പൂഫുകളുണ്ട്. അപ്പം സ്പൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഓരോ ഐഡന്റിറ്റി എടുത്ത് ഫാൾസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ദെയർ ബൈ ഗെയിനിങ് അൺഫെയർ ആൻഡ് ഇല്ലെജിറ്റിമേറ്റ് അഡ്വാൻറ്റേജ്. നമുക്ക് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി സ്പൂഫ് ചെയ്യുന്നത് വേറൊരു ഐഡന്റിറ്റി സ്വീകരിക്കുന്നു. ഓക്കെ, there are various spoofing attacks that a fraudulent party can use for their purpose. അപ്പം നിരവധി രീതിയിൽ സ്പൂഫിംഗ് അറ്റാക്ക് നടത്താൻ പറ്റും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് അവർ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ വേർഡായിരുന്നു പഠിച്ച? കമ്പ്യൂട്ടർ വൈറസ്, കമ്പ്യൂട്ടർ വേം, ട്രോജൻ ഹോഴ്സ്, then phishing and spoofing attack. 5 വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 5 വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി, 5 വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റിൽ അത് കാണണം. പാർട്ട് 2 വേണമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിലായോ, പറയുന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ ഏരിയ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്, ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.